കിഫ്ബിയിലൂടെ വികസന വഴിയിൽ എലത്തൂരും. മണ്ഡലത്തിൽ 422 കോടിയുടെ പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കുന്നത്. ബാലുശ്ശേരി കോഴിക്കോട് റോഡിന് 267 കോടിയാണ് അനുവദിച്ചത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബജറ്റിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ 25 കൊല്ലം കൊണ്ട് സാധിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ 1 വർഷം കൊണ്ട് തന്നെ സാധിക്കുക എന്ന സമയബന്ധിത പരിപാടി കൂടിയാണ് അതിൻ്റെ പുറകിലുള്ളത്. എലത്തൂർ നിയോജകമണ്ഡലത്തിൽ 422 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം കിട്ടിയിട്ടുള്ളത്. കോരപ്പുഴ പാലം, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പൈമ്പ്ര, GLP സ്കൂൾ എലത്തൂർ, GLP സ്കൂൾ ചേളന്നൂർ, EHS പുതിയാപ്പ എന്നീ സ്കൂളുകൾക്കും തന്ന പണം ഉപയോഗിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തുറന്നു കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പൂർത്തിയാക്കാൻ ബാക്കിയുള്ളതിൽ ഏറ്റവും പ്രധാനം ബാലുശ്ശേരി കോഴിക്കോട് റോഡാണ്. അതിനുവേണ്ടി 267 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. പാവങ്ങാട്, ഉള്ളിയേരി, കുറ്റ്യാടി, ചൊവ്വ PUKC റോഡ്, ആ റോഡിന് 82 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇവരെല്ലാ നിയോജകമണ്ഡലങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് വികസനത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കിഫ്ബി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാതൃകാപരമായ ഒരു ബദൽ സാമ്പത്തിക സംവിധാനമാണ്. ഇതിൻ്റെ തിരിച്ചടവ് എങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഗതാഗത വകുപ്പിൽ നിന്നും റോഡ് ടാക്സ് ഇനത്തിൽ വിരിക്കുന്ന കാശിൻ്റെ നിശ്ചിത ശതമാനം തുക കിഫ്ബിയിലെ വായ്പയിലെ തിരിച്ചടവിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ട് ആ സംവിധാനത്തിൻ്റെ യുക്തിഭദ്രമായ സംരക്ഷണം ഉറപ്പുവരുത്താനും കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബി കേരളത്തിലെ ജനങ്ങളുടെ പുരോഗതിയുടെ ആപ്തവാക്യമായി മാറി എന്നതാണ് വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യം.